നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി. അമേഠിയിൽ കിഷോർലാൽ ശർമ്മ മത്സരിക്കും. വയനാടിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത്. പരിഹസിച്ച് BJPയും വിമർശിച്ച് LDFും രംഗത്തെത്തി. ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2004 മുതൽ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കും. രാഹുൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കുടുംബവാഴ്ചയെന്ന BJP ആരോപണത്തിന് ശക്തി പകരുമെന്നതിനാൽ താൻ മത്സരിക്കാനില്ലെന്ന തീരുമാനത്തിൽ പ്രിയങ്ക ഗാന്ധി ഉറച്ചു നിന്നതോടെയാണ് അമേഠിയിൽ കിഷോർലാലിന് നറുക്കുവീണത്. വയനാടിന് പിന്നാലെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരത്തിനിറങ്ങുന്നത്. രണ്ടിടത്തും ജയിച്ചാൽ ഏത് സീറ്റ് ഒഴിയുമെന്ന ആശയക്കുഴപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അവസാന നിമിഷം വരെ നീളാൻ കാരണമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഉചിത സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഠിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. मैंने पहले ही बता दिया था कि शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो दूसरी सीट खोजने लग जाएंगे. റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം രാഹുൽ മറച്ചുവെച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടെന്ന CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായ ആനി രാജ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ ഈ മത്സരം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വോട്ടർമാരിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ളൊരു നീതികേട് അവിടുത്തെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്തിട്ടുണ്ട്. അതൊട്ടും തന്നെ ഒരു രാഷ്ട്രീയ മൊറാലിറ്റിക്ക് ചേരാത്ത ഒന്നാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലെ വൈകാരികത അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റോഡ് ഷോ എത്തിയായിരിക്കും പത്രികാ സമർപ്പണം. റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിമർശനവുമായി അമേഠിയിലെ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രംഗത്തെത്തി. വയനാട് തന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ ജനങ്ങളോട് എന്തു പറയും എന്ന് സ്മൃതി ഇറാനി ചോദിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്കണ്ടം. ബൽറാം, ഒരുപക്ഷെ ബാക്കിയുള്ള അടുത്ത ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. റായ്ബറേലിയിൽ എത്തരത്തിൽ വമ്പൻ റോഡ് ഷോ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഈ വിമർശനങ്ങൾക്കിടയിലും പരിഹാസങ്ങൾക്കിടയിലും കോൺഗ്രസിന്റെ ആലോചന. ബൽറാം. ഹഷ്മി, റായ്ബറേലി അമേഠി സീറ്റുകളിലെ മത്സരം അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മണ്ഡലങ്ങളിലുമായി പ്രിയങ്കയും രാഹുലും മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതും. കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നതിൽ വലിയ അസ്വസ്ഥത പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി പ്രകടിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ കൊടികളും രാഹുലിന്റെയും പ്രിയങ്കയുടെയും പോസ്റ്ററുകളുമായി കാത്തിരുന്നു. ഈ ആവേശം ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് രാഹുൽ എത്തിയപ്പോഴും പ്രകടമാണ്. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിനായി വലിയ ജനാവലി തന്നെയുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വലിയ ഒരു പരിപാടിയാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനായി അനുമതി നേരത്തെ തന്നെ തേടിയിരുന്നു. നൂറുകണക്കിന് ബൈക്കുകളും മറ്റു വാഹനങ്ങളും പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോ ആയാകും രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവർ റായ്ബറേലി ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അവർ യാത്ര തിരിക്കും. അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വലിയ ജനാവലി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പ്രദേശത്ത് ഉണ്ട്. സമാനമായി തന്നെ അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പകരം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയ്ക്ക് നറുക്കു വീണു. എങ്കിൽ പോലും ജനങ്ങൾ നിരാശരല്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ അമേഠിയിൽ നിന്നുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ കിഷോർലാൽ ശർമ്മയുടെ പത്രികാ സമർപ്പണ പരിപാടിയിൽ
റാലിയിൽ പങ്കെടുക്കാൻ എത്തി. വലിയ ഒരു റാലിയായി തന്നെയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോ ഈ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആരുമോ അദ്ദേഹത്തോടൊപ്പം ഈ പത്രികാ സമർപ്പണത്തിന് എത്തിയില്ല എങ്കിൽ പോലും വലിയ ജനാവലിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. കടുത്ത മത്സരം തന്നെ 2 മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഉത്തർപ്രദേശിൽ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന ആവശ്യം സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയും പലതവണ ഉന്നയിച്ചിരുന്നു. അത് ഈ പ്രദേശത്താകെ പ്രത്യേകിച്ച് 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ അണികളിൽ ആവേശം കൊണ്ടുവരേണ്ടതും ഇന്ത്യ മുന്നണിയുടെ ഐക്യം ദൃഢപ്പെടുത്തുന്നതിനും ആവശ്യമാണ് എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട്. ഇത്തവണ ഉത്തർപ്രദേശിൽ അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും വരും ഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. അഖിലേഷ് യാദവും ഇത് കണക്കാക്കി തന്നെയാണ് ഇത്തവണ ആദ്യം മത്സരിക്കാനില്ലെന്ന തീരുമാനം മാറ്റി കനൌജിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മത്സരം കടുത്തതാകും എന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം എത്തുന്നതോടുകൂടി. ഹഷ്മി. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. റായ്ബറേലിയിൽ എന്ന് പറഞ്ഞാൽ വലിയ റോഡ് ഷോയോടുകൂടി ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിക്കാനെത്തുന്നത് ചർച്ചയാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം. അതിപ്പോൾ ഈ അമേഠി എന്തുകൊണ്ട് വിട്ടോടിയെന്ന് പ്രധാനമന്ത്രി അടക്കം ചോദിക്കുമ്പോഴും പരിഹാസങ്ങൾക്കിടയിലും അത് രാഷ്ട്രീയ ചർച്ചയാക്കുക എന്നുള്ളതിനാണ് കോൺഗ്രസിന്റെ ആലോചന.